നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് ഈ അക്രമം യഥാർത്ഥത്തിൽ നടന്നത്. അതായത് ഇവർ ആരോപിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ കാരണം ഇത്രയും പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പക്ഷേ ഒരു KSU പ്രവർത്തകൻ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിനെയാണ്, അതായത് ഈ പോലീസുകാർ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഈ ക്രൂരമായ അതിക്രമം അരങ്ങേറിയെന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുത മറച്ചു വെക്കാൻ കഴിയുകയില്ല. കാരണം ഈ ക്യാമ്പസിൽ തർക്കമുണ്ടാക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ യൂണിയൻ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു, അതിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. അതിൽ KSU പ്രവർത്തകരെ അനുവദിച്ചില്ല എന്നാണ് അവർ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായി പുറത്തുനിന്ന് നേരത്തെ സംസാരിച്ച KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള KSU നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അവർ അകത്തേക്ക് കയറി പ്രിൻസിപ്പലിനെ കാണാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ SFI പ്രവർത്തകർ തടയുന്നു. പിന്നാലെ തകർത്ത ഒരു കൊടിമരത്തിന് പകരമായി ഒരു കൊടി അവിടെ സ്ഥാപിക്കുന്നു. അത് SFI പ്രവർത്തകർ തടയുന്നു. പിന്നാലെ സംഘർഷത്തിലേക്ക് പോകുന്നു. KSU പ്രവർത്തകരെ വളഞ്ഞു വെച്ച് SFIക്കാർ ആക്രമിക്കുന്നു. നേരത്തോട്ട് പോലീസ് സന്നാഹമുണ്ട്, പോലീസ് ലാത്തി വീശുന്നു. അതിനിടെ ഒരു KSU പ്രവർത്തകനകത്ത് SFI പ്രവർത്തകർ സംഘടിച്ചു നിന്ന ഭാഗത്ത് ഒറ്റപ്പെട്ടു പോവുകയും ആ KSU പ്രവർത്തകനെ ആക്രമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്നാണ് നമ്മൾ SFI ജില്ലാ സെക്രട്ടറി കൂടി പ്രതികരണത്തിലേക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പോലീസിനെയും മാധ്യമങ്ങളെയും മുൻകൂട്ടി അറിയിച്ച് ഇവിടെ ഒരു വിഷയമുണ്ട് എന്ന് വരുത്തി തീർത്ത് ഇതൊരു വലിയ വാർത്തയാക്കി തീർത്ത് SFIക്കെതിരെ വീണ്ടും ഒരു അക്രമ വാഴ്ച ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്യാമ്പസിൽ ഈ സമയം വരെയായിട്ട് ഇത്രയും കാലത്തിനിടയിൽ SFIയുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇന്നിവിടെ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യം എന്ന് പറയുന്നത്, SFIയുടെ പ്രവർത്തനം പ്രത്യേകിച്ച് പോളിയിലെയും ITയിലെയും വിദ്യാർത്ഥികൾ ചോരയൊലിച്ചാണ് ഈ ക്യാമ്പസിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയത്. അപ്പോൾ KSUവിൻ്റെ ഏതോ പ്രവർത്തകൻ്റെ കാര്യമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അയാൾ KSU ഒന്നുമല്ല, അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ ആൾ SN കോളേജിൽ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ മണ്ഡലം പ്രസിഡന്റാണ്. അതെ, അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ സാർ. അല്ല, അത് സ്വാഭാവികമായിട്ടും പോലീസും ഉൾപ്പെടെ ഞങ്ങളിൽ ഒരാൾ ആക്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന സ്വാഭാവികമായിട്ടും ഒരാൾ പിന്നെ തലപൊട്ടിയാണ്. അല്ല, നിങ്ങളിങ്ങനെ പറയട്ടെ. അല്ല, നിങ്ങളിപ്പോ രോഷാലുകരായി നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവേണ്ട പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ നിങ്ങളുടെ ഇതേ ക്യാമറയുടെ കൺമുന്നിൽ നിന്ന് ഒരു മിനിറ്റിന് മുന്നോടിയായിട്ടാണ് തല പൊട്ടി ചോര ഒലിച്ച് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അയാൾ 17 വയസ്സുകാരനാണ്. അയാൾക്ക് അതെ, KSUക്കാരല്ലാതെ മറ്റാരും ഇവിടെ നിന്നിട്ടില്ലല്ലോ. ഇവിടെ പുറത്തുനിന്ന് വന്നിട്ടുള്ളത് KSUവും പോലീസുമാണ്. ഇപ്പോൾ KSUവിനെ ആക്രമിച്ചത് SFI ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണല്ലോ ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു അക്രമം നടത്തേണ്ട കാര്യം എന്തായാലും ഇവിടെ ഞങ്ങൾക്കില്ല. ഇവിടെ പോലീസും ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അവർ പ്രഖ്യാപിച്ചാണ് ഇവിടെ വന്നത്. അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും വിവരം തന്നത് KSU ആണെന്ന് 100% ഉറപ്പ് എനിക്കുണ്ട്. അത് നിങ്ങളുടെ ചിരിയിലുണ്ടല്ലോ, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, അങ്ങനെ ന്യായമല്ല. ഇതൊരു ഇഷ്യൂ ആയി ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് അതിനൊരു ന്യായമാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. അത് പോട്ടെ വന്നു, പക്ഷേ അവിടെ ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനെ ക്രൂരമായി പരിക്കേറ്റു എന്നുള്ളത് അദ്ദേഹത്തിന് പരിക്കൊന്നും ഉണ്ടായി കണ്ടിട്ടില്ല. ഒന്നും ഞാൻ ഇതിലൂടെ പോകുന്നു. അല്ല, അത് സ്വാഭാവികമായിട്ടും മെഡിക്കൽ കാര്യങ്ങളാണ്. എനിക്ക് അതിന്റെ പരിധിയില്ല. സ്വാഭാവിക അക്രമം ആണ്, അക്രമമൊന്നുമല്ല. SFI എന്തായാലും അദ്ദേഹത്തെ ആക്രമിച്ചിട്ടില്ല. അദ്ദേഹം ഇവിടെ എനിക്ക് തോന്നുന്നു അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ട് ഇപ്പോൾ 7-8 മാസമായി. ഇതുവരെ അദ്ദേഹത്തെ ആരും ആക്രമിച്ചിട്ടില്ല. ഇന്നൊരു പ്രത്യേക ദിവസത്തിൽ ആക്രമിക്കേണ്ട കാര്യമൊന്നും SFIക്കില്ല. കൊടി പറിച്ചുകളുമായിട്ട് ബന്ധപ്പെട്ടൊന്നും SFI ആ നിലയിൽ ഇടപെട്ടിട്ടില്ല. ഇവിടെ ഒരു അതിനെക്കുറിച്ചുള്ള കാര്യം SFI പ്രവർത്തകരല്ല. എന്തായാലും അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു കൊടി പറിച്ചു അല്ല, ഞങ്ങൾ എന്തായാലും അത്തരത്തിൽ പോയി SFI ജില്ലാ സെക്രട്ടറിയായി ഞാൻ നിങ്ങളോട് അത് ഞങ്ങൾ പറിച്ചു കളഞ്ഞു എന്നൊന്നും ഞങ്ങൾ എവിടെ അവകാശപ്പെട്ടില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമില്ല. ഞങ്ങളല്ല, അങ്ങനെ ഒരു തടസ്സമില്ല. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ SFIയോട് ഒരു സമരം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടില്ലേ? ഈ പറയുന്ന വ്യക്തികളടക്കം ആ പ്രിൻസിപ്പലിന്റെ റൂമിനോട് ആടെ പരിസരത്തോട് നിങ്ങളോടുള്ള സംസാരിച്ചിട്ട് പോയുള്ളത്. അങ്ങനെ ഒരു വൈരാഗ്യം അടിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ആഘാതത്തിൽ ചെയ്യണമെന്ന് ഇവിടെ നമ്മൾ വരുന്നു, നമ്മളിവിടെ വെല്ലുവിളിക്കുന്നു. നമ്മൾ വിദ്യാർത്ഥികൾ സമരമായിട്ട് വരുമ്പോൾ KSUവിനെ പുറന്ന ആൾക്കാർ വേണ്ടി വെല്ലുവിളിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ മതിൽ തുള്ളിട്ട് അത് നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ മാധ്യമങ്ങൾ അത് കണ്ടില്ലേ? അല്ല, നിങ്ങൾ ഇതിലൊക്കെ കാണേണ്ടത് ഒരു പക്ഷപാതപരമായ റിപ്പോർട്ടിംഗ് ഉണ്ടാവുന്നു. വിദ്യാർത്ഥികൾക്ക് തന്നെ തോന്നുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറരുത് എന്നുള്ള അപേക്ഷയാണ് നിങ്ങളോട്. മാധ്യമധർമ്മങ്ങൾ മറക്കരുത്. ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഒരു സംഘർഷത്തിന് താല്പര്യമേ ഇല്ല. ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷെ ഇവിടെ അക്രമം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പോലീസിനും മീഡിയാസിനും വിവരം കൊടുത്തിട്ടാണ് അവരിവിടെ എത്തിയത്. അതിനർത്ഥം അക്രമം ആവശ്യം അവരുടേതാണ്. ആ അജണ്ട പല വിധത്തിൽ അവർ
പ്രാവർത്തിയത്തിൽ കൊണ്ടുവന്നിരുന്നവ. അങ്ങനെയൊന്നുമില്ല. യൂണിറ്റ് ഉണ്ടല്ലോ, യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത യൂണിറ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആള് യൂണിറ്റ് രൂപീകരിച്ച് യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടും ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. അവരിവിടെയുണ്ട്. അവർ 2-3 പേര് ഇവിടെ ഉണ്ട്. അവരിവിടെ സജീവമായി അവരുടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിലൊന്നും ആരും പറയുന്നത് അതായത് ഈ നോമിനേഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ SFI സമ്മതിക്കും അങ്ങനെ ഒരു നിലപാടൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ എല്ലാ സർവകലാശാലയും തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നതാണ്. എവിടെയും അവർക്ക് മത്സരിക്കാം. അതൊക്കെ അവരുടെ തീരുമാനമാണ്. അവർക്ക് ആളുകൾ ഉണ്ടാവുക, അതിനനുസരിച്ച് കാര്യങ്ങൾ. തടഞ്ഞത് പുറത്തുനിന്ന് എത്തിയവരായതുകൊണ്ടാണോ തടഞ്ഞത്? എന്താണ് അപ്പോൾ തടഞ്ഞു വെച്ചത്? ഞങ്ങളാരും തടഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുമെന്ന് അവർ മുൻകൂട്ടി പോലീസിനെ അറിയിക്കുന്നു, നിങ്ങളെ അറിയിക്കുന്നു. അവരിവിടെ വന്ന് പോലീസുമായി മൽപ്പിടുത്തുന്നു. അവരുടെ ആവശ്യം പലതാണ്. ആദ്യം ഉള്ളിൽ കയറണമെന്നാവുന്നു, അത് ആദ്യം ഒരാളാവുന്നു, 3 ആളാവുന്നു, അത് കുറേ പേര് വേണമെന്ന് പറഞ്ഞു പരിപാടി സംഘടിപ്പിക്കണമാവുന്നു. ഇതിൻ്റെ വിഷയം ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായി സ്വയം ഒരു ഇരവാദം ഉണ്ടാക്കണം. അതിൻ്റെ ഭാഗമായി ഒരു തെറ്റായ പ്രതീതി സൃഷ്ടിപ്പിച്ച് കേരളത്തിലെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ വീണ്ടും SFIക്കെതിരെയായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കണം. ഇതാണ് ശ്രമം. ഈ ശ്രമത്തിന് നിങ്ങളും കൂടാൻ ചൂടുന്നു എന്നുള്ളത് നിർഭാഗ്യവശാൽ ഞങ്ങൾ കാണുകയാണ്, സാക്ഷിയാവുകയാണ്, മുഖസാക്ഷിയായി ഞങ്ങളത് കാണുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ഒരു ബൈറ്റ് പോലും നിങ്ങൾ അവൻ്റെ ബൈറ്റ് ഇപ്പോൾ ഓണയർ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഈ കൊടി പറിക്കുന്നതും അവിടെ ഒരാളെ ആക്രമിക്കുന്നതും നമ്മൾ കൺമുന്നിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തനം മനസ്സിലാക്കണം. എൻ്റെ ഓണറല്ല വിഷയം. നിങ്ങൾ ഈ പറഞ്ഞ ആക്രമിക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ഘട്ടത്തിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് SFIക്കാരാണ്. 3-4 പേര് അതിന്റെ ഭാഗമായി ഇപ്പൊ പരിക്കേൽക്കപ്പെട്ട് ആശുപത്രിയിലുണ്ട്. നിങ്ങളിപ്പോ പോലീസ് അതിനു മുമ്പ് കല്ലെടുത്താണ് അവരെറിഞ്ഞത്. നിങ്ങൾ കാണേണ്ടത് ജില്ലയിലെ മുഴുവൻ KSUവിന്റെ ഗുണ്ടാ സംഘങ്ങളും അതിൽപ്പെടുന്ന നേതാക്കന്മാരും എല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ അവരുടെയൊക്കെ ക്രിമിനൽ റെക്കോർഡ് പരിശോധിക്കണം. ഇവരൊക്കെ പല കേസുകളിലും SFI പ്രവർത്തകരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതികളാണ്. അവരിവിടെ വരുമ്പോൾ സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കാനാണ് അവർ വരുന്നത്. സ്വാഭാവികമായിട്ട് അത് നമുക്ക് ഒഴിവാക്കാം. അത് ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിനത് പറ്റില്ല. അവർ പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറണം എന്നുള്ള വാശിയിന്മേലും നിങ്ങളെയും കൂടി കൊണ്ടുവന്നുകൊണ്ട് SFIയുടെ ജില്ലാ നേതാക്കളും വന്നു, KSUവിന്റെ ജില്ലാ നേതാക്കളും വരുന്നതിന് ഞങ്ങളൊന്നും അവർ വരുന്നത് ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഇവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതെ, അവർ വരണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ലാന്നേ. നിങ്ങൾ എന്താണ് പറയുന്നത്? അവർ വരണമെന്ന് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞില്ല. നിങ്ങൾ ഭയങ്കര പ്രതീതി സൃഷ്ടിക്കുകയാണ്, ഒരു തെറ്റായ പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നിങ്ങൾ കുറേ ഷർട്ട് വലിച്ച് കീറിയിട്ടോ സ്വയം വലിച്ച് കീറിയിട്ടോ കുറച്ച് അവിടെ ഇവിടെ മണ്ണാക്കിയിട്ടോ പല വിധത്തിലുമുള്ള ഒരു വലത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ജീർണിച്ച സ്വഭാവത്തെ ഉയർന്ന രൂപമാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് ഓൺലൈനിൽ കൊണ്ടുപോകുന്നത് നിങ്ങളുടേതായിട്ടുള്ള മീഡിയ പൊളിറ്റിക്സ്.